ചില മാതാപിതാക്കള് എൻ്റെ മോൻ ഇത് പഠിക്കണം, കപ്പലിൽ പോകണം, ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം, അങ്ങനെ മന്ദബുദ്ധിത്തരം ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തോ ഈ നിമിഷം അവരോട് പറയാനുള്ളത്? കപ്പലിലേക്ക് ജോലിക്ക് വിടുന്നതിന് ഒരു പ്രശ്നങ്ങളുമില്ല. കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടാവണം, പണിയെടുക്കാനുള്ള മനസ്സുണ്ടാവണം, സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് ലോകങ്ങളൊക്കെ മറക്കണം. അതുപോലെ എന്താ പറയുക, ടൈം ടു ടൈം, ഞാൻ ഇത്ര മണിക്ക് എഴുന്നേക്കുന്നു, ഇത്ര മണിക്ക് ഉറങ്ങുന്നു, ഇതൊക്കെ മറക്കണം. പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ കപ്പലിലേക്ക് വിടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ കപ്പലിലേക്ക് കയറണമെങ്കിൽ ഇന്ന് കൊടുക്കേണ്ടത് ലക്ഷക്കണക്കിന് രൂപയാണ്. ഇവര് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ചെറിയൊരു മറൈൻ കോഴ്സ് പഠിപ്പിക്കുന്നതിന് ഈ 1-2 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയ്ക്ക് ഒരു ജോലിയായി എന്നാ ചിന്തിക്കുന്നത്. പക്ഷെ ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് ജോലി കിട്ടില്ല. ജോലി കിട്ടണമെങ്കിൽ 5, 6, 7 ലക്ഷം രൂപ പിന്നെയും കൊടുക്കണം. ഇതൊരു വലിയ എമൗണ്ട് അല്ലേ? എനിക്കറിയാം, കാരണം ഞാൻ പറയുന്നല്ലോ, ഞാൻ കാൻഡിഡേറ്റ്സിനെ, എൻ്റെ പിള്ളേരെ, എനിക്കറിയാവുന്നവരെ എൻ്റെ ട്രസ്റ്റഡായിട്ടുള്ള ഏജന്റോ യൂണിയനോ വഴി കയറ്റി വിട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ ഇരിക്കുമ്പോഴും ഈ നിലവിലെ ഈ സിറ്റുവേഷനിലും 6 ലക്ഷത്തിനും 7 ലക്ഷം രൂപയ്ക്കും ഇടയ്ക്കാണ് എൻ്റെ ട്രേഡ് പഠിച്ച ഒരു ക്രൂ ആയിട്ട് കയറുന്ന ഒരു ട്രെയിനിക്ക് കൊടുക്കേണ്ടിരുന്ന പൈസ. ഇത് കൊടുത്തെങ്കിൽ അവൻ നല്ലൊരു കപ്പൽ കമ്പനി അല്ലെ നല്ലൊരു ഷിപ്പിംഗ് കമ്പനിയിൽ പെർമനന്റ് ആയിട്ട് ജോലിക്ക് കയറി അവൻ സെറ്റിൽ ആവും. ഇനി അത് കൊടുക്കാനില്ലെങ്കിലാണ് ഈ ഏജൻസിക്കാർ വലയിടുന്നത്. ഇവർ വലയിട്ട് ചെറിയ പൈസയ്ക്ക് ഈ പിള്ളേരെ കയറ്റി അങ്ങ് വിടുക. എവിടാ? ഇറാൻ, ഇറാഖ്, മലേഷ്യ, ഗൾഫ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെറിയ 30 കൊല്ലം 40 കൊല്ലം പഴക്കമുള്ള ഒരു ഫിറ്റ്നസ്സും ഇല്ലാത്ത, കപ്പൽ എന്ന് പറയാൻ പറ്റില്ല, ബോട്ടുകളിലേക്ക് കയറ്റി വിടും. ചതി, വലിയൊരു ചതി, വലിയൊരു സ്കാം. അങ്ങനെ പെട്ടുപോയ വിദ്യാർത്ഥികളെ വിഷ്ണുവിന് അറിയാവോ? ഞാൻ അങ്ങനെ പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. അവിടെ നിന്ന് എങ്ങനെ കരകയറിയത് എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു സംഭവമാണത്. ഞാന് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ ശേഷം ബോംബെക്ക് പോയി. ഒരു ഷിപ്പിംഗ് കമ്പനികളും എന്റെ റിസ്യൂം പോലും അവർ വായിച്ചു നോക്കാൻ തയ്യാറാവുന്നില്ല. അവർക്ക് വേണ്ട. കാരണം എന്താണെന്നറിയോ? ക്യാഷ് കൊടുത്ത് കയറാൻ ആൾക്കാർ റെഡിയാ. ഓട്ടോമാറ്റിക്കലി കമ്പനികളും അങ്ങനെ ആയി തീർന്നു, ആരുടെയും കുറ്റമല്ല. അങ്ങനെ ഞാൻ ഒരു ഏജൻസി കണ്ടുപിടിച്ചു. എനിക്കറിയില്ല അന്നത്തെ കാലത്ത്. ഏജൻസിക്ക് കാശ് കൊടുത്തു, എന്നെ ഒരു വലിയ കപ്പലിന്റെ പടം കാണിച്ചു, അവിടെ ഇരുത്തി. ഒരു ഷിപ്പിംഗ് കമ്പനിയും ഒരു കാൻഡിഡേറ്റിനെയും പിടിച്ചിരുത്തില്ല, പക്ഷെ എന്നെ അവിടെ ഇരുത്തി. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടു തന്നപ്പോ ഇതാണ് കമ്പനി, നമുക്കറിയില്ല. ഷിപ്പിംഗ് കമ്പനി എന്നാൽ അവിടെ ചെല്ലുമ്പോ അവര് പറയാറുങ്ങ ഇവിടെ ജോലിയില്ല, ഇതാണ് ഷിപ്പിംഗ് കമ്പനി. ഈ ഏജൻസി എന്നെ പിടിച്ചിരുത്തി വലിയ കപ്പലിന്റെ പടമൊക്കെ കാണിച്ചപ്പോ ഞാൻ ഹാപ്പിയായി. എനിക്ക് വലിയൊരു കപ്പലിലേക്ക് ജോലി കിട്ടാണല്ലോ എന്നും ലൈഫ് സെറ്റായി. അങ്ങനെ നമ്മളില്ലാത്ത കാശൊക്കെ റെഡിയാക്കിയോണ്ട് കൊടുത്തു. എന്നെ ആദ്യത്തെ കപ്പലിലേക്ക് കയറ്റി വിട്ടു. ഇറാനിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ കപ്പലിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ അതിനകത്തുള്ള എന്നെ പോലുള്ള കുറെ ഇന്ത്യൻസ് ആൾക്കാർ പറഞ്ഞു, നീ എന്തിനാണ് ഈ കപ്പലിലേക്ക് വന്നത്? ഞാൻ എന്താണ് ഇവിടെ ഈ കപ്പൽ പൊളിക്കാൻ കൊണ്ടുപോവാ. എവിടാ? ഇറാനിൽ നിന്ന് ഗുജറാത്തിലെ ജാംനഗറിലേക്ക് ഇത് ഇടിച്ച് പൊളിക്കാൻ കൊണ്ടിരുന്ന കപ്പലില എന്നെ കയറ്റിവിട്ടെ. അവിടെ നിന്ന് എനിക്ക് വന്നൊരു 20-25 ദിവസം കണ്ട് യാത്ര ആ കപ്പലിനുണ്ടായിരുന്നു. പഴയ കപ്പൽ, ഏകദേശം 34-35 വർഷം പഴക്കമായ കപ്പലാണ്. അപ്പൊ ഞാൻ അതിൽ കയറുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല, കാലി, ഒന്നുമില്ല, തിന്നാനോ കുടിക്കാനോ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇറാനിൽ നിന്നും ആ കപ്പൽ എടുത്തുകൊണ്ട് ഇന്ത്യയിലെ ജാംനഗറിൽ ആ കപ്പൽ കൊണ്ട് സ്ക്രാപ്പ് ചെയ്തു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ കപ്പൽ. വെറും 20 ദിവസം. അന്നത്തെ സമയത്ത് തന്നെ 3-3.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കയറുന്നതെന്ന് ആലോചിച്ചോണം. 2013 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എത്ര വർഷമായി. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി വന്നു. കപ്പൽ വിളിച്ചില്ലേ, കപ്പൽ കൊണ്ട് ഇടിച്ചു കയറ്റി, കരയിലേക്ക് ഇടിച്ചു കയറ്റി, അത് തീർന്നു. ഇനിയിപ്പം അവരത് പൊളിക്കാൻ പോവാ. ഞാൻ ഇറങ്ങി ബോംബെയിലെത്തി. ഞാൻ ആ ഏജൻസിയിൽ വീണ്ടും പോയി അവിടെ കിടന്ന് കരഞ്ഞ് അവരുടെ കാല് പിടിച്ച്. എന്റെ ഭാഗ്യം എന്ന് പറയാം, എനിക്ക് വീണ്ടും ഒരു കപ്പൽ വന്നു. ഞാൻ വീണ്ടും സന്തോഷവാനായി. വീണ്ടും ഞാൻ ജോയിൻ ചെയ്യുന്നു ഇറാനിൽ. ഇറാനിലേക്ക് കയറ്റി വിട്ടു. അവിടെ വന്ന ഒരു ഏജന്റ് എന്നെ വിളിച്ചോണ്ട് പോയി. അങ്ങനെ ഞാൻ ആ കപ്പലിൽ കയറി. അത് ഇതുപോലൊരു പഴയ കപ്പൽ, അതിൻ്റെ അകത്ത് കയറി ജോയിൻ ചെയ്തു. 6 മാസം ആ കപ്പൽ ഓടുന്ന കപ്പൽ കത്തുക കേട്ടോ, കത്തിക്കൊണ്ടിരിക്കുക. ഞാൻ അന്ന് എഞ്ചിൻ റൂമിലാണ് ജോലി ചെയ്യുന്നത്, ഓയിലർ എന്നുള്ള റാങ്കിൽ. ഫസ്റ്റ് കപ്പൽ തന്നെ അങ്ങനെ റാങ്ക് കിട്ടു തരിക. എന്നിട്ട് എഞ്ചിൻ റൂമിൽ പോയി. ഡെഡ് എഞ്ചിൻ, അതായത് എഴുതി വെച്ചിട്ടുണ്ട് ഈ കപ്പലിന്റെ എഞ്ചിൻ ഡെഡ് ആണ്, ഒന്നും വർക്കാവാത്തൊരു എഞ്ചിൻ. അതിൽ ഞാൻ ജോലി ചെയ്യുക. ഓടുന്ന കപ്പൽ 4 മണിക്കൂർ കൂടുമ്പോൾ ഇതിന്റെ സ്പീഡ് കൂട്ടിയ ഉടനെ എഞ്ചിനുകൾ കത്തുക. സ്കാവഞ്ച് എന്ന് പറയുന്ന ഇതൊക്കെ നിന്ന് കത്തുക. ഇത് അണയ്ക്കുക എന്നുള്ള പരിപാടിയാ. ഒന്ന് ആലോചിച്ച് നോക്കണം ആ കപ്പലിന്റെ അവസ്ഥ. അത്രയും പഴയ ആ ഒരു കപ്പലിൽ ഞാൻ ആ പണിയെടുത്തു. എങ്ങനെ പണിയെടുത്ത് എനിക്കറിയത്തില്ല. 1-2 അല്ല, 15 മാസം, 1.5 കൊല്ലമാണ് ആ കപ്പലിനകത്ത് കിടന്ന് നരയിച്ചത്. ഫുഡില്ല, സാലറി ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, AC ഇല്ല, ഒന്നുമില്ല. ചോദിക്കാനും പറയാനും ആരുമില്ല.
ചെക്ക് ചെയ്യാൻ ഇൻസ്പെക്ടർ ഇല്ല, പോർട്ട് അതോറിറ്റി ഇല്ല, ആരുമില്ല. അവിടെ അനുഭവിച്ചത് എന്തൊക്കെയായിരുന്നു? അവിടെ പണിയെടുക്കുന്നതിന് നമുക്കൊരു ടൈമിങ് കാര്യങ്ങളൊന്നുമില്ല, എപ്പോ വേണമെന്നും വിളിക്കാം. സിറിയൻസും ഈജിപ്ഷ്യൻസും അറബിയൻസ്. അപ്പം അവർക്ക് നമ്മളൊരു അടിമയാണ്. പക്ഷെ അവരുടെ വരെ പണിയെടുപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു അടിമയെ പോലെയാണ് അവിടുത്തെ ട്രെയിനി പിള്ളേരെ നമുക്ക് അവർ കാണുന്നത്. അതായത് ആ സമയത്ത് വിഷ്ണുവിന്റെ ജീവിതം ആട് ജീവിതമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് തന്നെ. പക്ഷെ നമുക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ആട് ജീവിതത്തിൽ അത് ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് അറിയാൻ കേട്ടോ. ഞാൻ ഈ പറയുന്നത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. അല്ലാത്തവർ പറയും വെറുതെ ആയിരിക്കുന്നു. പക്ഷെ അനുഭവിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പേര് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇത് സത്യമാണെന്നുള്ള കാര്യം.